നമസ്കാരം. നമ്മളെന്നുള്ള ഒരു ജാതിത്തോട്ടത്തിലാണ്. അപ്പോൾ ചേട്ടാ പരിചയപ്പെടുത്തും. എൻ്റെ പേര് മുരളീധരൻ. മുരളീധരൻ എന്നാണ് പേര്. ഞാനിപ്പോൾ ജാതി ഒരു 10-30 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ മെയ്യിലാണ് IPLൻ്റെ സിങ്കേഷ്യ, പൊട്ടേഷ്യ, ഫോസ്ഫേഷ്യ, സിങ്കേഷ്യ ഈ 4 ജീവാണുവളങ്ങൾ വെള്ളത്തിൽ കലക്കിയിട്ട് ജാതിക്ക്, വലിയ ജാതിക്ക് ഒരു 5 ലിറ്ററും കവുങ്ങിന് 1 ലിറ്റർ വീതവും തെങ്ങിന് 5 ലിറ്റർ വീതം ഒഴിച്ചു. അതിൽ ജാതിയും കവുങ്ങും ഇപ്പോൾ ഈ കണ്ടീഷനായി. അപ്പോൾ അത് ഒഴിച്ചേ കൊണ്ട് കുറച്ചൊരു കുഴപ്പം സംഭവിച്ചു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം ആൾക്കാരോട് പറഞ്ഞു കൊടുക്കണം. എൻ്റെ ഈ ജാതി കുഴപ്പമില്ല. അതിലൊരു ഏകദേശം ഒരു 12 ജാതി കായ കൂടുതലായിട്ട് ഓവറായിട്ട് കൊമ്പ് പൊട്ടുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ 35 വർഷമായിട്ട് ജാതിയുടെ കൊമ്പ് കെട്ടിയിട്ടില്ല. കെട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ കേരയുടെ കയറിട്ടിട്ട് മെയിൻ സ്റ്റെമ്മിലേക്ക് പിടിച്ച് കെട്ടിയിരിക്കുകയാണ്. അതായത് നമ്മുടെ പ്രൊഡക്ഷൻ കൂടിയിട്ട് പിന്നെ അതിൻ്റെ പുറത്തിപ്പോൾ ഞാൻ അടിയിൽ ശീമക്കൊന്ന കമ്പ് വെട്ടി മുട്ട് കൊടുത്തിരിക്കുകയാണ്. അതും ഒരു പരിധി കൂടുതൽ വിജയിക്കുക വെച്ചാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതിൽ വന്നിട്ടുണ്ട്. കാരണം ഓവർ കായ വന്നു എന്നുള്ളൊരു പ്രശ്നം ഇതിലുണ്ട്. ഞാൻ ആരെയും പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞല്ല, ഞാനൊരു കർഷകനാണ്. ഞാൻ എനിക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു, അല്ലാണ്ട് ഞാൻ ഇപ്പോൾ IPLൻ്റെ കമ്പനി പ്രൊമോട്ട് ചെയ്യാമെന്ന് പറയുന്നതല്ല. കാരണം എൻ്റെ അനുഭവം പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഈ IPLകാരെ ഒരു 1.5 വർഷം മുന്നേ വിളിച്ചിട്ട് കഴിഞ്ഞ മെയ്യിലാണ് അവർ വന്ന് നോക്കിയിട്ട് കവുങ്ങിനാണ് ഞാൻ ഫസ്റ്റ് ചെയ്തത്. കവുങ്ങിനും ജാതിക്ക് ചെയ്തത്. ജാതിക്ക് ചെയ്തപ്പോൾ തന്നെ അതൊരു എന്താ ഭയങ്കര പെട്ടെന്ന് അതിൻ്റെ ഇലയുടെ ഷേപ്പൊക്കെ മാറി ഭയങ്കര ഗ്രോത്ത് തുടങ്ങി. പക്ഷെ കായ എപ്പോഴാണ് ശരിക്കും പിടിച്ചു തുടങ്ങിയത്. അതിലിപ്പോൾ ഒരു ഏകദേശം ഒരു 10-11 മരത്തോളം എന്താ പറയുക ഡേഞ്ചർ സോണിലാണ് നിൽക്കണം. അങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഡേഞ്ചർ സോണിലാണ് പൊട്ടോന്നുള്ള പേടിയിൽ. കാരണം ഇനി ഇത് നമ്മൾ പറയുന്ന സമയത്ത് ആൾക്കാർ വിചാരിക്കും നമ്മൾ വെറും ജീവാണു വളങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചത്. അല്ലല്ല, ജീവാണുവളം മാത്രമല്ല ഉള്ളൂ. ഞാൻ ജൈവവളം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പ്രാദേശികമായിട്ട് കിട്ടുന്ന ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് കിട്ടുന്ന ജൈവവളം ഏതാ സാധാരണ ഞാൻ ഉപയോഗിക്കില്ല. ഒന്നുമില്ലെങ്കിൽ കോഴിവളം അല്ലെങ്കിൽ കാലിവളം. ചേട്ടൻ കോഴിവളം ഉപയോഗിക്കുന്ന ആളാണ്? ഞാൻ കോഴിവളം ഉപയോഗിക്കുന്ന. അതേപോലെ തന്നെ നമ്മുടെ കാലിവളം ഉപയോഗിക്കാറുണ്ട്. കാലിവളം ഉപയോഗിക്കും. ഒരു മരത്തിന് എങ്ങനെയാണ് നമ്മളുടെ സാധാരണഗതിയിൽ എങ്ങനെയാണ് ഇടാറ്? സാധാരണ ഇപ്പോൾ ഈ കോഴിവളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അവിടെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് കിട്ടുന്നൊരു സാധനമാണ് കോഴിവളം. അപ്പോൾ ആ കോഴിവളം ഒരു ചാക്ക് എനിക്കൊരു 70-75 രൂപയ്ക്ക് എൻ്റെ സ്പോട്ടിലെത്തും. അപ്പോൾ അത് ഏകദേശം ഒരു 35 കിലോ ഉണ്ടാവും. തെങ്ങിനൊക്കെ ഞാൻ ഈ 35 കിലോ ജൈവവളം തന്നെ തെങ്ങിനൊന്ന് കൊടുക്കും. അതായത് എല്ലാവരും പറയും കോഴിവളം ഇട്ട് കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നമാണോ അറിയും. പക്ഷെ ഒന്ന് പരമാവധി ചോട്ടിലിടരുത്. പിന്നെ ഇത് ചാക്ക് കൊടുന്ന അട്ടിക്കിടണം. ഒരു 15 ദിവസം അട്ടിക്ക് ഇട്ടിട്ട് ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് അതിന്റെ പൊടിപ്പൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ കൊടുക്കാറുള്ളൂ. അത് തെങ്ങിൻ്റെ ചോട്ടിലുള്ള ഒരു 1.5 മീറ്റർ റൗണ്ടിലിടും. അതേമാതിരി തന്നെ ജാതിയുടെ ലീഫ് എവിടെ നിൽക്കണോ അതിൻ്റെ പുറത്തു കൂടെ ഇടുള്ളൂ. നമ്മുടെ ലീഫിൻ്റെ പുറത്തു കൂടെ ഇടുള്ളൂ, അല്ലാണ്ട് ചോട്ട് കൊണ്ടേ ഇടില്ല. അത് കാലിവളം ആയിക്കോട്ടെ. ഞാൻ ഈ കാലിവളം കാരണം കാലിവളയ്ക്ക് ഉപയോഗിക്കാം. അതിൻ്റെ വിലയുടെ ഒരു പ്രശ്നമാണ്. കാരണം ഒരു ടയറിൻ്റെ കൊട്ടാറിന് ഏകദേശം ഒരു 10 കിലോ വരുമ്പോഴേക്കും അതിൻ്റെ ചുവട്ടിലെത്തുമ്പോഴേക്കും 80 രൂപ വരും. അപ്പോൾ ഞാൻ സാധാരണ എല്ലാവരോടും പറയുന്ന ഒരു ഫ്രേസ് ഉണ്ട്, എനിക്ക് ഇതൊന്ന് കിട്ടിയിട്ട് വേണം പട്ടിണി നടക്കാൻ. അതായത് ഈ കാർഷികാദായം കിട്ടിയിട്ട് വേണം ജീവിച്ചു പോകാൻ. അപ്പോൾ അതിനുള്ള എന്തൊക്കെ തട്ടിപ്പോ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. അതിപ്പോൾ അതിലൊരു തട്ടിപ്പാണ്. ഞാൻ എല്ലാ പരീക്ഷ നോക്കിയിട്ട് അതിൽ IPLൻ്റെ തട്ടിപ്പ് കുടുങ്ങിയിട്ടാണ് ഇപ്പോൾ കുറച്ച് ബെറ്റർ ആയത്. അതെ, ഇപ്പോൾ കുഴപ്പമില്ല. അത്യാവശ്യം എന്താ പറയുക, അത്യാവശ്യം. അതായത് തെങ്ങിനൊക്കെ കാണുന്ന വെച്ചാൽ ഒരു 3 വർഷമെങ്കിലും കഴിയണം. ജാതിക്ക് ഈ വർഷം അത് അനുഭവപ്പെട്ടു. കവുങ്ങിൻ്റെ തൈയിനും ശരിക്കും അനുഭവപ്പെട്ടു. കാരണം ശരിക്കും ഞങ്ങളവിടെ ഈ മഞ്ഞളിപ്പും മറ്റേ ഈ നീര് വിറ്റി കുടിക്കുന്നതിൻ്റെയൊക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം. കാരണം നമ്മൾ അടിയിൽ ന്യൂട്രിയൻസ് ഇട്ടിട്ട് മാത്രം കാര്യമല്ല, ഇത് എടുക്കാനുള്ള ആൾക്കാർ നമുക്ക് താഴെ ഇല്ലെങ്കിൽ കിട്ടാനുള്ളതാണ് നമ്മളുടെ സത്യം. അതെ, അതായത് ഇതിൻ്റെ കവുങ്ങൊക്കെ ശരിക്കും പഴയ കാലത്ത് ഞങ്ങളവിടെ പറഞ്ഞു ഈ TV പിടിച്ചവരുടെ മാതിരി എന്ന് പറയും. അതേ മാതിരി നിൻ്റെ കവുങ്ങൊക്കെ നിന്ന് അതൊക്കെ മാറിപ്പോൾ അത്യാവശ്യം മറ്റേ എന്താ നല്ല കുട്ടപ്പനായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് കാണാം.
അതേപോലെ തന്നെ നമുക്ക് നിങ്ങൾ ആരെയും വന്നിട്ട് നേരിട്ട് വരികയാണെങ്കിൽ ഞാൻ നേരിട്ട് കാണിച്ചു തരാനും നമ്മൾ ഓക്കെയാണ്. ഓക്കെയാണ്. പിന്നെ നമുക്കിപ്പോൾ നോക്കിയപ്പോൾ ജാതിൻ്റെ കൃഷിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ജാതി കൃഷീൻ്റെ അകത്ത് നമ്മളുടെ എങ്ങനെയാണൊന്ന് പരിപാലനം ഒന്ന് പറയാമോ? നമ്മുടെ സാധാരണഗതിയിലുള്ള ഒരു നാടൻ പരിപാലനം എങ്ങനെയാണ്, നിങ്ങളുടെ പരിപാലനം എങ്ങനെയാണെന്ന്? അല്ല, നാടൻ പരിപാലനം ഇപ്പോൾ ഈ കോഴിവളമാണെങ്കിലും വലിയ ജാതിക്ക് ഞാൻ ഒരു വർഷം ഒരു ചാക്കെങ്കിലും ഞാൻ ഇടും ഈ കോഴിവളം. ഇപ്പോൾ കാലിവളം ഇടുകയാണെങ്കിൽ ഒരു 4 or 5 ടയറിൻ്റെ കൊട്ടയും ഇടണം, നന്നായിട്ട് കായ്ക്കണം. അല്ലെങ്കിൽ പിറ്റേക്കൊക്കെ രാസവളം ഇടുന്നുണ്ട്. അതായത് ഒരു വലിയ ജാതിക്ക് ഞാനൊരു 2 കിലോ, ഒരു 1.5 മുതൽ 2 കിലോ പൊട്ടാഷ്യം, 1 കിലോ യൂറിൻ, 1 കിലോ രാജഫോസും ഇടും. അതിൻ്റെ മുന്നേ ഫസ്റ്റിൽ ഞാൻ ചെയ്യുന്നത് ഒന്നുമില്ലെങ്കിൽ 1 കിലോ ഡോളമൈറ്റോ അല്ലെങ്കിൽ കക്കട പൊടിയോ ഏതെങ്കിലും ആണെന്നാണ്. കാരണം ചുണ്ണാമ്പ് ഇച്ചിരി കൂടി കോസ്റ്റ്ലിയാണ്. അപ്പോൾ അത് ചിലപ്പോൾ ഞാൻ പരമാവധി ഒഴിവാക്കലുണ്ട്. ഡോളമൈറ്റ് ആണ് കുറച്ചും കൂടി നമ്മൾ ദീർഘകാല വിളക്ക്. അതെ, ഡോളമൈറ്റ് ആണ് കുറച്ചും കൂടി ചീപ്പസ്റ്റ് ആണ്. ആക്റ്റീവ് ആകാൻ കുറച്ച് ടൈം എടുക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഡോളമൈറ്റ് ആദ്യം ഇടും. അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഡോളമൈറ്റ് വാങ്ങുന്ന സമയത്ത് നമുക്ക് വാല്യൂ, അതായത് നമ്മളുടെ പുളിപ്പിന്റെ വാല്യൂ കൂടിയത്, അതായത് നമ്മുടെ നല്ല ഡോളമൈറ്റ് എന്നൊക്കെ പറയുന്നത്, നല്ല ഡോളമൈറ്റ് നോക്കിയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ദീർഘകാല വിളയിൻ്റെ അകത്തേക്ക് നമുക്ക് അതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള ഒരു ഇത് കൊണ്ടുവരാൻ നമുക്ക് എളുപ്പത്തിൽ കഴിയും. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ആദ്യം ഡോളമൈറ്റ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഈ ജൈവവളം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ബോറോണ് ഒരു 50 ഗ്രാം വീതം, 50 to 100 ഗ്രാം വീതം, അത് വലുപ്പത്തിനനുസരിച്ച് ഞാൻ തെങ്ങിനും വലുപ്പത്തിനനുസരിച്ച് 50 to 100 ഗ്രാം ബോറോൺ സെപ്പറേറ്റ് മാത്രം കൊടുക്കും. പിന്നെ ഒരു 250 മുതൽ 500 ഗ്രാം വരെ മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കും. ഇങ്ങനെയൊക്കെ നോക്കുന്ന ആളാണ് ഒരു വർഷത്തേക്ക്. അങ്ങനെയൊക്കെ നോക്കിയിട്ടും ഇതൊന്നും ആവാത്തതിൻ്റെ പേരിലാണ് നമുക്ക് ഞാൻ സാധാരണ ഞങ്ങളെ നാടൻ ഫ്രേസ് പറയാൻ, ഞാൻ എല്ലാ ചന്തയ്ക്കും പോകുന്ന ഒരാളാണ്. അതിൽ ഒരു ചന്തയ്ക്ക് പോയതാണ് ഇത്. അപ്പം ഇതിൽ ഞാൻ ഈ ചന്തയിൽ വിജയിച്ചു. കുറച്ചും കൂടി ചന്ത പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളവിടെ ഈ ബൾക്കായിട്ട് സാധനങ്ങൾ കിട്ടുന്ന ഈ പറഞ്ഞു വന്നത് IPL-ലേക്ക് വന്നത് ഇങ്ങനെയാണ്. അതായത് ഇത്രയും കാലം രാസവളങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ആൾക്കെന്താ വെച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ അകത്തുള്ള ആക്ടിവേഷൻ ആൾക്ക് എവിടെയോ നഷ്ടപ്പെട്ടു. ആക്ടിവേഷൻ ഇല്ലാത്ത നമുക്ക് എന്താ പറയുക ഈൽഡ് കിട്ടുന്നില്ല. അപ്പം അങ്ങനെ സാർ അത്യാവശ്യം എന്താ പറയുക വായിക്കുന്ന, അതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ പഠിച്ച് കൃഷി ചെയ്യുന്ന ഒരു നല്ലൊരു സമ്മിശ്ര കർഷകനാണ്. അപ്പോൾ അങ്ങനെയാണ് എന്താ പറയുക IPL-നെ സമീപിക്കുന്നത്. IPL-നെ സമീപിച്ച സമയത്ത് എന്താ പറയുക, പിന്നെ അവരുടെ ഫോസ്ഫേഷ്യ വെച്ചാൽ ഫോസ്ഫറസ് സോൾബിലൈസിങ് ബാക്ടീരിയ ആണ്. HD ഫോർമുലേഷനാണ്. 50 ml 1000 ലിറ്റർ വെള്ളത്തിലേക്ക് കൊടുക്കാൻ പറ്റുന്ന റേഞ്ചിലുള്ളതാണ്. അതേപോലെ തന്നെ പൊട്ടാഷ്യ എന്ന് പറയുന്നത് 50 ml 1000 ലിറ്ററിലേക്ക് കൊടുക്കാൻ പറ്റുന്ന പൊട്ടാഷ് സോൾബിലൈസിങ് ബാക്ടീരിയ ആണ്. പിന്നെ സിങ്കേഷ്യാണ്. സിങ്കേഷ്യ എന്ന് പറയുന്ന മൈക്രോ ന്യൂട്രിയൻസും അതേപോലെ തന്നെ സിങ്കും അലിയിപ്പിച്ച് കൊടുക്കുന്ന ബാക്ടീരിയയുടെ ഒരു HD ഫോർമുലേഷനാണ്. 50 ml 1000 ലിറ്റർ വെള്ളത്തിലേക്ക് കിട്ടും. അതേപോലെ തന്നെ നൈട്രേഷ്യ, അത് അസറ്റോബാക്ടർ എന്ന് പറയുന്ന ബാക്ടീരിയയാണ്. അസറ്റോബാക്ടർ നമ്മൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിൻ്റെ, ഈ അസറ്റോബാക്ടറിൻ്റെ വേറൊരു ഗുണമാണ് മണ്ണിൻ്റെ pH-നെ ക്രമീകരിക്കാൻ പറ്റും. അതേപോലെ തന്നെ പിന്നെ നൈട്രജൻ്റെ വളങ്ങളെ എന്താ പറയുക റെഗുലേറ്റ് ചെയ്ത് ആവശ്യത്തിനനുസരിച്ച് കൊടുക്കാനുള്ള ഒരു ശേഷി നമ്മളുടെ മണ്ണിന് കൊണ്ടുവരിക എന്നുള്ളതും നമുക്ക് ഈ അസറ്റോബാക്ടർ എന്ന് പറഞ്ഞ ബാക്ടീരിയയ്ക്ക് സാധിക്കും. അപ്പോൾ കുറേ ഇപ്പം എങ്ങനെയുണ്ട്, നമുക്ക് ഇതിൻ്റെ വളങ്ങളുടെ ആവശ്യകത കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ടോ, അല്ല കൂടുകയാണോ ചെയ്തത്? സത്യസന്ധമായിട്ട് അങ്ങനെയല്ല, ഞാൻ സാധാരണ ചെയ്യുന്ന ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു വാമച്ചരിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു, നമ്മളത് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. വാമച്ചരി എന്ന് പറയുന്നത് വാമിൻ്റെ HD ഫോർമുലേഷനാണ്. അത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 ലിറ്റർ വെള്ളത്തിലേക്ക് 100 ഗ്രാം എന്നുള്ള രീതിയിലാണ്. അത് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നല്ല രീതിയിൽ നാരുവേരുകൾ കയറി ഇറങ്ങാനും അതേപോലെ തന്നെ നല്ല രീതിയിൽ പിടുത്തം കിട്ടാനൊക്കെ മണ്ണിന് സഹായിക്കുന്നതാണ്. അതേപോലെ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ആഗിരണം, ഫോസ്ഫറസ് നമുക്ക് ചെടികൾക്ക് എടുത്തു കൊടുക്കുക, ഇതൊക്കെ നമുക്ക് വാമച്ചെടി സഹായിക്കും. ഇതിലിപ്പോൾ ഏറ്റവും വലിയൊരു ബെറ്ററായിട്ട് തോന്നിയത്, ഞാൻ എന്തൊക്കെ ഈ ഡോളമൈറ്റ് ഞാൻ കാലങ്ങളായിട്ട്, അതായത് ഒരു 20 വർഷം മുന്നേ, 20-25 വർഷം മുന്നേ ഞാൻ പൊള്ളാച്ചിയിൽ നിന്നായിരുന്നു കൽച്ചുണ്ണാമ്പ് കൊടുത്തിട്ടായിരുന്നു അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്നത്. അന്നൊക്കെ pH ഒരു 5.5 നിന്നിരുന്നത്. പക്ഷേ ഈ വർഷം അത് 6.5 നിന്നിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നതന്നെ എല്ലാ കൊല്ലം ചെയ്യുന്നതന്നെ ചെയ്തിട്ടുള്ളൂ ഈ വർഷം. പക്ഷേ 6.5 6.57 ഉള്ളിൽ ഇക്കുറി കിട്ടിയിട്ടുണ്ട്. സാധാരണ കാരണം ഈ ഓൺലൈനിൽ മേടിക്കാൻ കിട്ടുന്ന ഒരു സംഭവമാണ്, അതാണ് അതിൻ്റെ ആക്യുറസി എന്താ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അതിൽ കാണിക്കുന്ന ഒരു pH ആണ്.
ഞാൻ പറഞ്ഞതല്ലാണ്ട് ഞാൻ മണ്ണ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോഴും 6.5 തന്നെയാണ് പട്ടാമ്പി ഗവേഷണ കേന്ദ്രത്തിൽ കൊടുത്തപ്പോഴും കിട്ടിയത് അത് തന്നെയാണ്. ആൾക്ക് പിന്നെ ഇത് മാത്രമല്ല മൈനർ ഫ്രൂട്ട്സ് ആയിട്ടുള്ള റംബൂട്ടാനൊക്കെ കൃഷി ചെയ്യുന്ന ആളാണ്. ഇപ്പൊ റംബൂട്ടാന്റെ ഒക്കെ ഇപ്രാവശ്യത്തെ കൊഴിച്ചിലൊക്കെ നമുക്ക് എങ്ങനെയാണ്? കൊഴിച്ചിലൊരു പരിധി കൊടുത്തത് ഞാനിപ്പോൾ ഞാൻ വേറെ 2 കർഷകരെ പോയി കണ്ടുപോകുന്ന ഇരിക്കുകയാണ്. പിന്നെ അതിനെക്കാട്ടിലും ബെറ്റർ തന്നെ, കാരണം എൻ്റെ ഒരു 2.5 വർഷമായിട്ടേ ഉള്ളൂ റംബൂട്ടാൻ. അതിലത്തെ അത്ര തന്നെ, കാരണം ഞാൻ പറയാ, കാരണം എൻ്റെ സ്വന്തം വലുത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്തൊക്കെയാണെങ്കിലും ഈ IPLന്റെ മെഡിസിൻസ്, അതായത് ജീവാണു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് റംബൂട്ടാന്റെ അവിടെ ചെന്നിട്ട് അവർക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കാം. റംബൂട്ടാന്റെ കാര്യങ്ങൾ നമുക്ക് ആ ചെടീന്റെ അടുത്തുനിന്ന് നമുക്ക് കാണാം.